സോ വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രൂത്തിനായിട്ട് പുതിയ നമ്മളെ സാൻ ഫെറീറോ എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ പഴയ സിറ്റി അതേപോലെ ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് നമ്മളെ നാട് കടത്തി എന്ന് തന്നെ ലിറ്ററലി നമുക്ക് പറയാൻ സാധിക്കും. കാരണം അങ്ങനത്തെ കളികളാണ് ടെൻപെന്നിയും ടീമും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാത്തലീന നമ്മുടെ CJക്ക് ഓഫർ ചെയ്ത അല്ലെങ്കിൽ എന്താ പറയുക പ്രൈസായി കൊടുത്ത ആ ഒരു ഗ്യാരേജ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സീസറും ക്യാൻഡിലും അതേപോലെ ട്രൂത്താണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ തുറന്നപ്പോൾ തന്നെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മളെ CJ വളരെ എന്താ പറയുക ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ്. കാരണം ഇതിലൊന്നുമില്ല, ഒക്കെ കാലിയാണ്. ഇത് എന്ത് കണ്ടിട്ടാണ് അവൾ എനിക്ക് തന്ന ഒരു ഗ്യാരേജ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എക്യുപ്മെൻറ്റ് സാധനങ്ങളൊക്കെ വേണ്ട, അതൊന്നും ഇല്ലാണ്ട് ഒരു കാലി ബിൽഡിങ് മാത്രം അവൾ ചെയ്തിട്ട് എന്ത് കാര്യത്തിനാണ് എനിക്ക് ഈ സാധനം തന്നെ എന്നെ പറ്റിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ അവൾ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സീസറിനോട് പറയുന്നുണ്ട് നിന്റെ കസിനാണ് ഇങ്ങനത്തെ പരിപാടി ചെയ്തത്, എൻ്റെ കസിൻ എന്ത് ചെയ്തു എന്നായി പറയണേ, അവൾക്ക് ഉള്ള രീതിയിലുള്ള പ്രൈസ് കാര്യങ്ങൾ നിനക്ക് തന്നില്ലെന്ന് പറഞ്ഞിട്ട് അവനും തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കാൻഡിൽ പറയുന്നത് നീ ക്ഷമിക്ക്, ഈ ഒരു ഗ്യാരേജ് ഇപ്പോൾ നമുക്ക് കിട്ടിയില്ല, നമുക്ക് തൽക്കാലം ഇത് അപ്ഗ്രേഡ് ചെയ്യാം, നീ വെറുതെ ഷൗട്ട് ചെയ്യല്ലേ, ഓവറായിട്ടുള്ള റിയാക്ഷനും കാര്യങ്ങളൊന്നും കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാൻഡിൽ CJനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ഗ്യാരേജ്, അതൊരു ഗ്യാരേജ് ആക്കി തീർക്കാൻ തന്നെ വേണം. ഇത് ഈ ഗ്യാരേജിൽ നിന്ന് പറയുമ്പോൾ CJയുടെ ഗ്യാരേജ് ആകുമ്പോൾ ഓൾമോസ്റ്റ് ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആയിരിക്കും കൂടുതൽ, അതിനുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ട്രൂത്ത് പറയുന്നുണ്ട് അതായത് ആളൊരു കാം മൈൻഡഡ് ആണല്ലോ. അപ്പോൾ ആൾ പറയുന്നുണ്ട് ഇവിടെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു പുതിയ എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ഈ ഒരു തുടക്കം നല്ല രീതിയിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നീ വിഷമിക്കാണ്ടിരിക്കുക, നമുക്ക് അതിനുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ കണ്ടുപിടിച്ച് ഈ ഒരു ഗ്യാരേജ് നല്ല രീതിയിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് ട്രൂത്ത് നമ്മുടെ CJയോട് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിനായിട്ട് ഒരുപാട് മീൻസ് ഒരു 4 ആളുകളെ അല്ലെങ്കിൽ 3 ആളുകളെ നമുക്ക് എന്തായാലും പിക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ട്രൂത്തിനറിയാം, ട്രൂത്ത് ഈ ഒരു സിറ്റിയിൽ മുന്നേ പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ ട്രൂത്തിനറിയാം. അത് ലീഗലായാലും ഇല്ലീഗലായാലും എല്ലാത്തരം കാര്യങ്ങളും ചെയ്യുന്ന ഫ്രണ്ട്സ് തന്നെ ട്രൂത്തിനോടുണ്ട്. അപ്പോൾ എന്തായാലും അവരെ പോയിട്ട് പിക്ക് ചെയ്യുന്ന ഒരു ടാസ്ക്കാണ് നമുക്കിപ്പോൾ ഈ കാണുന്ന മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ വിടണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൈഡാണ് ഈ ഒരു സിറ്റിയിൽ വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം സിറ്റി ഒന്നുകൂടെ അപ്ഗ്രേഡഡ് ആണ്. കാരണം നമ്മുടെ ഫസ്റ്റ് സിറ്റിയേക്കാളും അതേപോലെ രണ്ടാമത്തെ ഫോറസ്റ്റ് ഏരിയ നമുക്കറിയാമല്ലോ, ഒബ്വിയസ്ലി അതൊരു അപ്ഗ്രേഡഡ് വെർഷനൊന്നും അല്ല, ജസ്റ്റ് ഒരു വില്ലേജ് ടൈപ്പ് ഓഫ് ഒരു പ്ലേസ് ആയിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല അപ്ഗ്രേഡഡ് ആണ്. തൊട്ടടുത്ത് തന്നെ വലിയ എയർപോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു സിറ്റിയാണ് ഇത് എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഇതാണ് ആ ഒരു ഫസ്റ്റ് നമ്മൾ ട്രൂത്തിൻ്റെ ചെങ്ങായിനെ വിളിക്കുന്നത്. അപ്പോൾ എനിക്കിതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു വെർഷൻ്റെ എനിക്കൊരു ഡിസപ്പോയിൻ്റ് ആയിട്ട് തോന്നിയത് എന്ന് പറയുന്നത് ഇതിൽ ഹോണില്ല. പക്ഷേ ഇതിൽ ഹോൺ ഉണ്ട് ഗൈസ്. ഹോണിനായിട്ടൊരു ബട്ടൺ ഇല്ല, പക്ഷേ നമ്മുടെ സ്ക്രീനിൻ്റെ മിഡിലിൽ ഡബിൾ ടാപ്പ് ചെയ്തൊന്ന് ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹോൺ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ സമയത്ത് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളത് റിവീൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു ആളുടെ അടുത്ത് ചെന്നു. അപ്പോൾ CJക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ മാത്രം പോരാ, ഇയാൾ ഓബിയസ്ലി ഒരു മെക്കാനിക്കാണ്. അപ്പോൾ നമ്മുടെ ട്രൂത്ത് നമ്മുടെ CJക്ക് ഇയാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരാളെ നമുക്ക് എന്തായാലും പോയിട്ട് പിക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് സിറ്റിയുടെ വേറെ ഏരിയയിലേക്ക് തന്നെ പോകണം. ഫുള്ള് റൈഡാണ് എന്തായാലും ഈ ഒരു മെഷീനിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു സൺസെറ്റിൻ്റെ ടൈമാണ്, അതിനുള്ള അറ്റ്മോസ്ഫിയറും കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഒരു നോർമൽ കാറാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റുന്നില്ല. ഒരാൾ ഇടിച്ചിട്ടിട്ടോ കോപ്സ് ഒന്നും പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ വാണ്ടഡ് ലെവലൊന്നും ആയിട്ടില്ല. എന്തോ സിറ്റിയിൽ അങ്ങനത്തെ ക്രൈം കാര്യങ്ങൾ ചെയ്താലൊന്നും വിഷയമല്ല. അങ്ങനെയാണെങ്കിൽ സുഖമായി. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല, ഏതോ ഒരു ഗ്ലിച്ചിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അതിന് വലിയ ഡാമേജ് ഒന്നും ഉണ്ടായി കാണില്ല NPCക്ക്. ഓക്കെ, ലെറ്റ്സ് ചെക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റി എന്ന് പറയുന്ന. ഏകദേശം സൺസെറ്റ് കഴിയാനായി, നൈറ്റ് ടൈം ആവാറായി. എന്തായാലും ചെറിയ റോഡുകളാണ്, അതാണ് ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നത്. മാത്രമല്ല സെൻട്രലിൽ കൂടെ ഒരു എന്താ പറയുക ഒരു റെയിൽ പോലെ ഒരു സംഭവം പോകുന്നുണ്ട്. ഈ മെട്രോ ടൈപ്പ് ഒരു സാധനമാണ്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ അധികം ഇല്ലാത്തൊരു ടൈപ്പ് ഒരു ട്രെയിൻ പോലത്തെ ജസ്റ്റ് ഒരു ബോഗി മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കതിൽ ഇതാണ് ആക്സസ് ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക് എന്തായാലും. അതേപോലത്തെ ഒരു
സംഭവമാണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസ് കവർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാനിൽ എന്തോ ഒരു ഗൂഢാലോചന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതാണ് അതിനെ ഫോളോ ചെയ്ത് നമുക്ക് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയൊരു എന്താ പറയുക സാൻഡ്വിച്ച് വിൽക്കുന്ന ഒരാളുണ്ട്. ആളെന്ന് പറഞ്ഞാൽ ട്രൂത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഭയങ്കര ട്രിപ്പിയാണ്, ഫുൾ ടൈം ട്രിപ്പിയാണ്. പക്ഷേ ആൾ ഇങ്ങനെ ഈ സാൻഡ്വിച്ച് ഹോട്ട് ഡോഗ് അതാണ് നമ്മുടെ ഈ സെൻഫ്രഡോയുടെ ഒരു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ അമേരിക്കൻ സൈഡിലെ സാൻഡ്വിച്ച് എന്ന് പറയുന്ന ഹോട്ട് ഡോഗിൻ്റെ ഒരു സെയിലറാണ്. വിച്ച് മീൻസ് ആൾ അതിൻ്റെ മാത്രമല്ല, മെയിനായിട്ട് ഡ്രഗാണ്. ഇതൊരു സൈഡ് ബിസിനസ് ആയിട്ടാണ് ആൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് സ്ഥലം. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൺ അടിച്ച് കഴിഞ്ഞാൽ ഹോൺ അടിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കറക്റ്റ് സെൻറ്ററിൽ തന്നെ സംഭവം കൊടുക്കണം, എന്നാലാണ് ഹോണ് അപ്ലൈ ആവുള്ളൂ. അപ്പോൾ അതേ കണ്ട ആൾ ട്രിപ്പിയാണ്, ആൾ ഫുൾ ട്രിപ്പിയാണ് മൊത്തം. അപ്പോൾ രണ്ടാമത്തെ ആളാണ് ഇത്. ഇനിയൊരു ആൾ കൂടെ ഉണ്ട്. അപ്പോൾ കാളിനെ അതായത് CJനെ നമ്മുടെ ട്രൂത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇയാളെ തിരിച്ച് CJക്കും പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ആളുകൾക്കൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ ഗ്യാരേജ് അപ്ഗ്രേഡ് ചെയ്ത് അതിനുള്ള കാര്യങ്ങളും സെറ്റപ്പൊക്കെ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അവനോട് പറഞ്ഞിട്ട് നീ നേരെ നമ്മുടെ ഗ്യാരേജിലേക്ക് വിട്ടോ, ഡൗൺ ടൗണിലാണ്. ഡൗൺ ടൗൺ എന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാരേജിലുള്ള സ്ഥലത്താണ് പറയുന്നത്. ഡൗൺ ടൗണിലാണ് നമ്മുടെ ഗ്യാരേജ്, അങ്ങോട്ട് വിട്ടോന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രൂത്ത്. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് എന്തായാലും പോകണം. അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഒരു നേരത്തെ കണ്ട വാനിനെ എന്താ പറയുക, ആ വാനിൽ എന്തോ ഒരു ദുരൂഹമായിട്ട് എന്തോ സംഭവം ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു വാനിനെ പിന്തുടർന്ന് ഇവർ നടക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് മെയിനായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഓ മാൻ, ഇതൊരു കുറച്ച് വിടുത്തുള്ളൊരു റോഡായിട്ടാണ് കാണുന്നത്. കാരണം 2 റെയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും അവർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാൻ ഈ കാണുന്ന വാനായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഈ വാനെയാണ് ഇവർ പിന്തുടർന്ന് നടക്കുന്നത്. അതെന്ത് കാര്യത്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നേരത്തെ നമ്മൾ ഹോസ്പിറ്റൽ സൈഡിൽ പോയപ്പോഴും ഈ പറയുന്ന വാൻ ഇവർ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. മേ ബി ആ ഒരു 0 എന്ന് പറയുന്നൊരു പയ്യനുണ്ട്, അവൻ്റെ വാനാന്ന് തോന്നുന്നു. അപ്പോൾ സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോയ് ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവനും ഈ പറയുന്ന ഈ ഗാരേജ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആളാണ്. അപ്പോൾ പക്ഷേ ഈ 0 എന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഒരു മെഷീനുകൾക്കായിട്ട് ആവശ്യമുള്ള ഒരാളാണ്. അതാണ് ഈ ലാസ്റ്റ് വണ്ണായിട്ട് നമ്മൾ ഇപ്പോൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ ഡൗൺ ടൗണിൻ്റെ ബാക്ക് സൈഡൊക്കെ ആയിട്ടാണ് ഇവരുടെ ഷോപ്പ് വരുന്നത്, ഈ ടോയ് ഷോപ്പ് കാര്യങ്ങളും. അപ്പോൾ ഈ ടോയ് ഷോപ്പ് എന്ന് പറയുന്നത് കുറച്ച് എന്ന് വെച്ചാൽ ഈ ഒരു സാൻ ആൻഡ്രിയാസ് വോൾ ഗെയിമിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് മെഷീൻസ് ഉണ്ട്. അതിൽ പെട്ട കുറച്ച് ഡിഫിക്കൽട്ട് മെഷീനിലൊന്നാണ് ഈ 0ൻ്റെ മെഷീനിലെ കുറച്ച് മെഷീനുണ്ട്. നമ്മളെന്തായാലും പോകെ അത് മനസ്സിലാവും, നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ആ ഒരു ഇതുള്ളത്, അതായത് 0ൻ്റെ ഷോപ്പുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഹോൺ ചെയ്യണം. ഹോൺ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് സൈഡിൽ തന്നെ നമ്മുടെ ചെങ്ങായിരിക്കുന്നുണ്ട് 0. അപ്പോൾ നീ ഇവിടുന്ന് പോടാ, എനിക്ക് മതിയെന്നൊക്കെ പറഞ്ഞിട്ട് 0 വേറെ ആരോ എന്ന് വിചാരിച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ട്രൂത്താന്ന് മനസ്സിലാക്കുമ്പോൾ നീ ആയിരുന്നോ, ഞാൻ വേറെ ആളെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ വണ്ടിയിൽ കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തേക്ക്, അതായത് നമ്മുടെ ഗാരേജിലേക്ക് വിടണം. അപ്പോൾ ഈ കണ്ട ഈ 3 ആളുകളാണ്, അതായത് നമ്മുടെ ആ സാൻഡ്വിച്ച് മേക്കർ എന്തായാലും നേരത്തെ പോയി. അയ്യോ, ഒരാളെ സ്പേസിലേക്ക് വിട്ടിട്ടുണ്ട്, കുഴപ്പമില്ല, വലിയ ഡാമേജ് ഒന്നും ഉണ്ടായി കാണില്ല. ആളെന്തായാലും അവിടെ എത്തിയിട്ടുണ്ട്, നേരത്തെ വിട്ട ആളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീംസ്, നമ്മുടെ ഗാരേജ് അപ്ഗ്രേഡ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇതൊക്കെ നല്ല അടിപൊളിയാക്കി നല്ല രീതിയിൽ മെഷീൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കണം. സീസർ, ഇതാണ് നമ്മുടെ പിള്ളേർ, ഇവരെയാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പണിക്കാരായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും കൊണ്ടും നല്ല രീതിയിൽ പണിയെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കാനിൽ കുറച്ച് കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി, അതായത് ഡെക്കറേറ്റിംഗ് അല്ല അവൾ ഉദ്ദേശിക്കുന്നത്. അവന് CJ വിചാരിച്ചു ഡെക്കറേറ്റിംഗ് കാര്യങ്ങളാണ്. ഡെക്കറേറ്റിംഗ് അല്ല,
നമുക്ക് ഈ ഒരു മണി അതേപോലെ ഈ ഒരു ഡെവലപ്മെൻറ്റിങ് ഒക്കെ കറക്റ്റ് പ്ലാനിങ് കാര്യങ്ങളായിരിക്കണം. അപ്പോൾ ആ ഒരു പ്ലാനിങ് കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാനൽ സീജിനെ നല്ല രീതിയിൽ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നീ എന്തെങ്കിലും ചെയ്യും, എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, എനിക്ക് പൈസ കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് സീജെ നല്ല രീതിയിൽ അത് അവനക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടൈപ്പ് രീതിയിൽ കാനലിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ബേബികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സീസർ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. നീയല്ലേ തിരഞ്ഞെടുത്തേ, ഞാൻ ഓൾറെഡി പെട്ടെടുക്കണം എൻ്റെ പെങ്ങളെ കൊണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ സീജയെ നോക്കി വിടുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു മെഷീനുമായിട്ട് കാണുന്നവരെ ബൈ.